Very good morning to all. In this class, we are going to discuss about Module 4, Law of Agency. So this is a brief introduction of agency. In modern business, it is not always possible for a person to do everything by himself. So becomes necessary to delegate some of its acts to performed by another. Such another person is called agent, and the contract under which such person is appointed is called the contract of agency. The law of agency is based on the principle what a person does by other, he does by himself. ഒരു മോഡേൺ ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും തന്നെത്താനെ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഡെലിഗേറ്റ് മീൻസ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള ആ വ്യക്തിയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഈ ഒരു ലോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്താണോ പ്രിൻസിപ്പൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് ഒരു ഏജൻറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് വൺ ഈസ് ആക്ടിങ് അപ്പോൺ ഓർ ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രവർത്തിക്കുന്നു, അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് തന്നെയാണ് ഇയാൾ ചെയ്യുന്നത്. ഈ ഏജൻറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ പ്രിൻസിപ്പൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മീനിങ്. ദ കോൺട്രാക്ട് which creates relationship of principal and agent is known as the contract of agency. So contract of agency യുടെ മീനിങ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് അവിടെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലോ അനുസരിച്ച് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിയെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ലോഫുൾ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ ലോഫുൾ ബിസിനസ് മറ്റ് വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഏജൻസി അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലൂടെ അർത്ഥമാക്കുന്നത്. ഡെഫിനീഷൻ: According to Section 182 of Indian Contract Act, an agent is a person employed to do any act for another or to represent another in dealing with third parties. സോ സെക്ഷൻ 182 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് ഏജൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാനോ, എന്തെങ്കിലും ഒരു ആക്ട് ആർക്കെങ്കിലും വേണ്ടി ചെയ്യാൻ, ആർക്കെങ്കിലും എന്ന് പറഞ്ഞാൽ ആരാണോ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിന്? ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടീസുമായിട്ടുള്ള ഡീലിങ്ങിൽ ഇയാൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൾ ആരാന്ന് നോക്കാം. ഈ വ്യക്തിയെ ആരാണോ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഏജൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ ലോ റിലേറ്റിംഗ് ടു ഏജൻസി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഏജൻറ്റ് എന്താണെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ്, ഏജൻറ്റ് ഇസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടീസ്. ഏജൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു മറ്റു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തേർഡ് പാർട്ടീസിന് മുമ്പിൽ അയാളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏജൻറ്റിനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 2 സ്ഥാപനങ്ങളുണ്ട്. ആ 2 സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഒന്ന് മുംബൈയിലും രണ്ടാമത്തേത് കേരളയിലുമാണ്. അപ്പോൾ ഇയാൾക്ക് അത്യാവശ്യമായിട്ട് ബിസിനസ് ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് കേരളയിലുള്ള ബിസിനസ് സ്ഥാപനത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ മുംബൈയിലുള്ള സ്ഥാപനത്തിൽ അവിടെ അത്യാവശ്യമായിട്ട് കുറച്ച് ഹോൾസെയിലേഴ്സ് വരുന്നുണ്ട്. ഹോൾസെയിലേഴ്സ് സാധനങ്ങൾ വാങ്ങുന്ന കാര്യങ്ങൾ സംസാരിക്കാനെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇയാൾക്ക് കേരളയിലേക്ക് പോകാതിരിക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇയാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മീറ്റിങ്ങിൽ ഇയാൾ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അതായത് ഇയാൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് പങ്കെടുത്ത് അവരെല്ലാം അവരുമായിട്ട് ഡീൽ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. ആ വ്യക്തിയാണ് മിസ്റ്റർ വൈ എന്ന് വിചാരിക്കുക. അപ്പോൾ മിസ്റ്റർ എക്സ് ആണ് ഇവിടെ പ്രിൻസിപ്പൽ, മിസ്റ്റർ വൈ എന്ന് പറയുന്നതാണ് ഏജൻറ്റ്.
അപ്പോൾ പ്രിൻസിപ്പൾ ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാനായിട്ട് ഇയാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇയാളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഏജൻറ്റ് മിസ്റ്റർ വൈ ആയിട്ട് മാറുകയാണ്. നെക്സ്റ്റ് ഇസ് who is a principal? According to section 182, a person whom such a act is done or who is so represented is called principal. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഏജൻറ്റ് ഈ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടീസിൻ്റെ ഡീലിങ്സിൽ ഇയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ എന്ന വ്യക്തിയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിന് ഉള്ള ആ ഒരു അതോറിറ്റി മറ്റ് പ്രിൻസിപ്പൽ എന്ത് ചെയ്യുന്നു? ഏജൻറ്റിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു, അത് കൈമാറുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഏജൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏജൻറ്റ് അത് ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പളുടേതായ പോലുള്ള അധികാരം അല്ലെങ്കിൽ അതോറിറ്റി ആവശ്യമാണ്. ആ അതോറിറ്റിയാണ് അവിടെ ഡെലിഗേഷൻ ചെയ്തു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എക്സും വൈയും തമ്മിലുള്ള എക്സാമ്പിളിൽ വൈ ആണ് ഏജൻറ്റ്. അപ്പോൾ വൈനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ എക്സ് ആണ് അവിടെ പ്രിൻസിപ്പളായിട്ട് മാറുന്നത്. സോ ഹൂ ക്യാൻ അപ്പോയിൻറ്റ് ആൻ ഏജൻറ്റ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 183, 183 അനുസരിച്ച് ഏത് വ്യക്തിയും ഏജ് ഓഫ് മെജോറിറ്റി ആൻഡ് സൗണ്ട് മൈൻഡ് ക്യാൻ അപ്പോയിൻറ്റ് ആൻ ഏജൻറ്റ്. ഒരു 18 വയസ്സ് പൂർത്തിയാക്കിയ വ്യക്തിയും അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തിക്കും ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ കോൺട്രാക്റ്റിങ്ങിന് കേപ്പബിൾ ഓഫ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ടുള്ള കേപ്പബിലിറ്റി ആ വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലീഗലായിട്ട് ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മൈനേഴ്സും അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഒരിക്കലും ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഹൂ മേ ബി ആൻ ഏജൻറ്റ്? ആരാണ് ഏജൻ്റായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്? സെക്ഷൻ 184 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഏജ് ഓഫ് മെജോറിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഏജൻ്റായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. സൗണ്ട് മൈൻഡും അതുപോലെ മെച്യൂർഡ് ഏജും എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ് ഏജൻ്റ് ആയിരിക്കാനുള്ളത്. കാരണം പ്രിൻസിപ്പളുടെ അതായത് പ്രിൻസിപ്പളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പളിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രിൻസിപ്പളോട് ആൻസറബിൾ ആണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ മൈനറും അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് അവിടെ മെച്യൂരിറ്റി ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രവും അതുപോലെ സൗണ്ട് മൈൻഡും അത്യാവശ്യമാണെന്ന് പറയുന്നത്. So we have already discussed about agent and principal. Now what is agency? Agency means a contract between agent and principal. ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് അല്ലെങ്കിൽ ആ കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. So in contract of agency, there is a relationship between principal agent and agent third party and principal third party as an apparent relationship. So principal agent is an actual relationship which may be expressed or implied relationship, and this agent is acting on behalf of principal for the third parties. So actually the principal is acting apparently for third parties through agent. ഏജൻറ്റ് വഴി പ്രിൻസിപ്പൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടീസിലേക്ക് ചെയ്യാണ്. അവരുടെ റിലേഷൻഷിപ്പ് ഈ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദിസ് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജൻറ്റ്, പ്രിൻസിപ്പൽ ആൻഡ് തേർഡ് പാർട്ടി. സോ ഈ പിക്ചറിൽ കാണുന്നത് പോലെ പ്രിൻസിപ്പൾ, ഏജൻറ്റ്, തേർഡ് പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൾ ഏജൻറ്റുമായിട്ടാണ് ഏജൻസി കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി സൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് എല്ലാത്തരം കോൺട്രാക്ട്സിലും തേർഡ് പാർട്ടീസുമായിട്ട് ഏർപ്പെടുന്നത് ഏജൻ്റാണ്. അപ്പോൾ ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഏജൻറ്റിന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിൻസിപ്പൾ തന്നെയാണ് ഒബ്ലിഗേഷൻ വഹിക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. Let's move on to the next one, that is rule of agency. There are two fundamental rules of agency. First one is what a person do himself can get done through an agent. It says that whatever a person can himself awfully do can get it through agent.
അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നോ അത് ഏജൻറ്റ് വഴി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്, ഫണ്ടമെൻ്റൽ റൂളാണ്. അതിൽ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആക്ട് ഇൻ പേഴ്സണൽ ക്യാരക്ടർ, ഇയാൾ തന്നെ ചെയ്താലേ ശരിയാവും, അല്ലെങ്കിൽ ഇയാൾ തന്നെ പേഴ്സണലായിട്ട് ഇയാൾക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അങ്ങനെയുള്ളതാണ് പേഴ്സണലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സച്ച് ആസ് മാരേജ്. ഇതിലൊന്നും തന്നെ നമുക്കത് പറയാൻ ആ ഒരു റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് വേർ ലോഫുള്ളി ആക്ട് ഈസ് ടു ഡൺ ഇസ് പേഴ്സണലി അതോറിറ്റി ഓഫ് മജിസ്ട്രേറ്റ് ബൈ ഹിംസ് ഓൺലി. അപ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് അത് ആ ഒരു അധികാരം മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. അപ്പോൾ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ആ വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ആ പദവി മറ്റൊരു വ്യക്തിക്ക് കൈമാറാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള അവസരങ്ങളിലൊന്നും തന്നെ ഈ ഒരു റൂള് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും ഈ ഫസ്റ്റ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ത്രൂ ആൻ ഏജൻറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂള്. നമുക്കിനി സെക്കൻഡ് റൂളിലേക്ക് പോവാം. So whatever a person does through another is does by himself. This rule means that an act of an agent or act of the principal or who acts through an agent is himself acting. So ഈ സെക്കൻഡ് റൂൾ അനുസരിച്ച് ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് പ്രിൻസിപ്പൽ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 3 വ്യക്തികളാണുള്ളത്. ദാറ്റ് ഈസ് രൂപേഷ്, രൂപ ആൻഡ് രൂപേന്ദ്ര. അപ്പോൾ ഇവിടെ രൂപേഷ് എന്ന് പറയുന്ന വ്യക്തി രൂപേന്ദ്രയ്ക്ക് കുറച്ച് പണം നൽകാനുണ്ട്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ രൂപേന്ദ്രയുടെ ഏജൻ്റാണ് രൂപ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവിടെ രൂപേന്ദ്രയ്ക്ക് പകരം രൂപയാണ് രൂപേഷിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നത്. അപ്പോൾ രൂപയുടെ അടുത്ത് രൂപേഷ് പണം കൊടുക്കുന്നത് അത് ആർക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ്, രൂപേന്ദ്രയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. കാരണം രൂപ രൂപേന്ദ്രയുടെ ഏജൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രൂപേഷിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒബ്ലിഗേഷനും അവിടെ പേ ഓഫ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ ആ റൂള്. അതാണ് ആ റൂളിൽ പറയുന്നത്. ഏതൊരു പ്രവൃത്തിയും ഏജൻറ്റ് ചെയ്യുന്നത് അത് പ്രിൻസിപ്പൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. ഫസ്റ്റ് വൺ ഇസ് നെയിം ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജൻറ്റ് ആൻഡ് ഹിസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏജൻസി കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് തന്നെയാണ് ആദ്യത്തെ എസെൻഷ്യൽ. രണ്ടാമത്തെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ്, which means agreement between principal, debtor and agent. Agency is created on the basis of an agreement between principal and agent. The agreement may be expressed or implied. എക്സ്പ്രസ് എഗ്രിമെൻറ്റോ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റോ ആയിരിക്കണം. അവിടെ കോൺട്രാക്റ്റ് ആവണമെന്ന് നെസസറി നിർബന്ധം ഒന്നും തന്നെ ഇല്ല. തേർഡ് വൺ ഇസ് കോമ്പിറ്റൻസ് ഓഫ് എ പ്രിൻസിപ്പിൾസ് കേപ്പബിലിറ്റി ടു കോൺട്രാക്ട് ഇസ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കണം. ഓൺലി എ പേഴ്സൺ ഹൂ ഇസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് മേ അപ്പോയിൻറ്റ് ആസ് എൻ ഏജൻറ്റ്. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഏജൻറ്റും. അയാൾക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു നമ്മൾ പഠിച്ചതാണ് നേരത്തെ, ദാറ്റ് ഇസ് ഏജ് ലിമിറ്റ്. മെജോറിറ്റി ഏജ് ഓഫ് മെജോറിറ്റി എത്തിയിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യണം. കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഏജൻസി കോൺട്രാക്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കൺസിഡറേഷൻ ഇസ് നോട്ട് നെസസറി. കൺസിഡറേഷൻ ഒരു മസ്റ്റൊന്നുമല്ല. സെക്ഷൻ 185 ഓഫ് ദി ആക്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡ് ദാറ്റ് ദർ നീഡ് നോട്ട് ബി എനി കൺസിഡറേഷൻ ടു ക്രിയേറ്റ് ഏജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ആവശ്യമില്ല. തിരിച്ചൊന്നും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല. അതാണ് ഒരു കൺസിഡറേഷൻ നിർബന്ധമല്ല എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഏജൻറ്റിൻ്റെ കൺസെൻറ്റ് മാത്രം മതി, ഏജൻറ്റിൻ്റെ സമ്മതം മാത്രം മതി. അവിടെ ഒരു കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിഡറേഷൻ ഒരു നിർബന്ധമല്ലാത്ത കാര്യമാണ് ഏജൻസി കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ ദ നെക്സ്റ്റ് എസെൻഷ്യൽ ഓഫ് ഏജൻസി കോൺട്രാക്റ്റ് ഇസ് ഫ്രീ കൺസെൻറ്റ്. Free consent is very important. This agreement depends upon free consent of the parties, agent and principal. ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിൽ പരസ്പരം സമ്മതം ഉണ്ടായിരിക്കണം. അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള യാതൊരുവിധ കൊയേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബലപ്രയോഗം കൊണ്ടായിരിക്കരുത് ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ ഇവരുണ്ടാവേണ്ടത്. അവർക്കൊരു ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോൺട്രാക്ച്വൽ റിലേഷൻ. ഹി റെപ്രസെൻറ്റ് ഹിസ് പ്രിൻസിപ്പൽ ഇൻ ഡീലിംഗ് വിത്ത് ദ തേർഡ് പാർട്ടീസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഏജൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പലിനെയാണ്. അതുപോലെ തന്നെ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടുന്ന എല്ലാ എസെൻഷ്യൽസും ഈ പറയുന്ന ഒരു ഏജൻസി എന്ന് പറയുന്ന കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കണം. So next one is creation of agency.
The relationship of principal and agents may be created in any of the following ways. First one is agency by express agreement. Second one, agency by implied agreement. It is divided into three as agency by estoppel, agency by holding out, agency by necessity. Third one is agency by ratification. Fourth one is agency by operation of law. First one is agency by express agreement. A formal written document is required by law for creating such agency. Such document is known as power of attorney. This stamped document authorizes an agent by its principal. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ് എഗ്രിമെൻ്റ് ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ഫോർമൽ റൈറ്റിംഗ് ഡോക്യുമെൻ്റ് ഇസ് റിക്വയർഡ് ഫോർ സച്ച് ഏജൻസി. സച്ച് ഡോക്യുമെൻ്റ് ഇസ് നോൺ ആസ് പവർ ഓഫ് അറ്റോർണി. ദിസ് ഈസ് എ സ്റ്റാമ്പ്ഡ് ഡോക്യുമെൻറ്റ് അഥറൈസസ് ദ ഏജൻറ്റ് ബൈ ഇറ്റ്സ് പ്രിൻസിപ്പൾ അതിന് അഥറൈസേഷൻ കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻ്റിൻ്റെ പേരാണ് പവർ ഓഫ് അറ്റോർണി. അതിൽ എല്ലാവിധ അഥറൈസേഷനും ഏജൻറ്റിന് പ്രിൻസിപ്പൾ കൊടുക്കുകയാണ്. സോ ഹിയർ ഈസ് എൻ എക്സാമ്പിൾ. മിസ്സിസ് സ്മൃതി as a principal who appointed by his return deed with Miss Irani a agent. ഒരു ഏജൻറ്റിന് റിട്ടേൺ ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വഴി അവിടെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഏജൻസി ബൈ എക്സ്പ്രസ്ഡ് എഗ്രിമെൻറ്റ്. സോ സെക്കൻഡ് വൺ ഇസ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്, വിച്ച് മീൻസ് an implied agency known by its conduct or relationship of parties. റിലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റ് കൊണ്ടോ നമ്മൾക്ക് അത് ഇംപ്ലൈഡ് ഏജൻസി ആയിട്ട് കണക്കാക്കേണ്ടത് വരും. അതായത് എക്സ്പ്രസ്ഡ് വേർഡ്സോ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റോ ഉണ്ടാവില്ല, മറിച്ച് അതിൻ്റെ കണ്ടക്റ്റും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഭാവേഷ് ഇസ് എ ഹാബിറ്റ് ഓഫ് ബൈയിങ് ഗുഡ്സ് ഫ്രം നരീഷ് in the name of Ganesh with his knowledge for the purpose of the shop. സോ മിസ്റ്റർ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഷോപ്പ് ഓണർ. അവർ ഷോപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഭാവേഷിനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യക്തിയാണ് ഏജൻ്റായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മിസ്റ്റർ നരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടയിൽ നിന്ന് മിസ്റ്റർ ഗണേഷിൻ്റെ പേരിലാണ് ഭാവേഷ് ഈ കടയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങുന്നത്. അത് ഗണേഷിൻ്റെ നോളജോട് കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അവിടെ ഭാവേഷ് വാങ്ങുന്നത് ഗണേഷിന് വേണ്ടിയിട്ടാണ്. So the first one in agency by implied agreement is agency by estoppel. It means stops from denying. Sometimes a principal by his conduct makes an impression to the third party. Further, principal can deny the relationship with that agency. So agency by estoppel എന്ന് പറഞ്ഞാൽ cannot deny, cannot റിജക്റ്റ് ആഫ്റ്റർ ഡൂയിങ് എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം പിന്നീട് എതിർക്കാൻ സാധിക്കാതിരിക്കുക, അതിനെയാണ് നമ്മൾ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ട് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്റ്റ് വഴി പ്രിൻസിപ്പിൾ അദ്ദേഹം ഒരു ഇംപ്രഷൻ തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഏജൻ്റ് ആണെന്ന് അത്തരത്തിലൊരു ഇംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് പ്രിൻസിപ്പളിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഡിനൈ ചെയ്യാനോ ആയിട്ടോ സാധിക്കില്ല. ഏജൻസി കോൺട്രാക്റ്റിൽ നിന്ന് അത്തരത്തിലൊരു ആക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ബർമ ഒരു ഓണറാണ്. മിസ്റ്റർ മികേഷ് എന്ന് പറയുന്ന വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പെർസ്യൂം ചെയ്യുന്നത് മിസ്റ്റർ ബിൻഷു എന്ന് പറയുന്നത് ഈ ബർമയുടെ സെർവൻ്റാണ്. അപ്പോൾ അദ്ദേഹം കരുതുന്നത് ഈ ബിൻഷു ഇദ്ദേഹത്തിൻ്റെ ബർമയുടെ ഏജൻ്റ് ആണെന്നാണ് കരുതുന്നത്. അങ്ങനെ കരുതുകയും ചെയ്യുന്നു. ബർമ ഇതിന് എന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല, അല്ലെങ്കിൽ അതല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പിന്നീട് ബർമയ്ക്ക് അത് ഡിനൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. So where a person knowingly permits another to act as his agent, he will be bound to all those acts of that person. ഇപ്പോൾ ഒരു വ്യക്തിയുടെ, അതായത് പ്രിൻസിപ്പളുടെ അറിവോടുകൂടി ഒരു വ്യക്തിയെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് ഇയാൾ ചെയ്യുന്ന എല്ലാ ആക്റ്റും, അതായത് ഏജൻറ്റ് തന്നെ ചെയ്യുന്ന എല്ലാ ആക്ടിൻ്റെയും റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പളിനായിട്ട് മാറുന്നുണ്ട്. തേർഡ് പാർട്ടീസുമായിട്ട് ഇയാൾ എൻ്റർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കോൺട്രാക്റ്റിനും ഇദ്ദേഹം റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് പ്രിൻസിപ്പളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺട്രാക്ട്സിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നതെന്നുള്ളത് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. സോ ദ പ്രിൻസിപ്പൽ ഇസ് എക്സ്റ്റോപ്പിൾഡ് ഫ്രം ഡിനൈങ് ദ വാലിഡിറ്റി ഓഫ് ആക്ട് ഓഫ് ഏജൻറ്റ് ഓൺ ഹിം. അപ്പോൾ പ്രിൻസിപ്പളിനെ പിന്നീട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഡിനൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇദ്ദേഹം ഏജൻ്റ് അല്ല എന്ന് വാദിക്കാനായിട്ട് സാധിക്കില്ല.
For example, A tells T within hearing of P that A is the P's agent and P does not object to the statement of A. Later, T enters into contract with A on belief that A is the agent of P. P is liable to T on this contract entering into the A. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന വ്യക്തി ടിയുടെ അടുത്ത് പി കേൾക്കെ പറയുകയാണ്, ഞാൻ പിയുടെ ഏജൻ്റാണ്. അതായത് എ പിയുടെ ഏജൻ്റ് ആണെന്ന് ടിയോട് പറയുമ്പോൾ പി അത് കേൾക്കുന്നുണ്ട്. പക്ഷേ പി അവിടെ എതിർക്കുന്നില്ല, നോ ഒബ്ജെക്ഷൻ, ഒരു ഒബ്ജെക്ഷനും ഉയർത്തുന്നില്ല. പിന്നീട് ടി അദ്ദേഹവുമായിട്ട് എയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ്. എന്തിൻ്റെ ബിലീഫിലാണ്? പിയുടെ ഏജൻ്റ് ആണെന്നുള്ള ബിലീഫിലാണ് ടി എൻ്റർ ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ. പക്ഷേ അത് പിന്നീട് പിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഡിനൈ ചെയ്യാനോ സാധിക്കില്ല. ടി എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിന്നീട് ബാധ്യസ്ഥനായിട്ട് മാറാണ്. അതാണ് നമ്മുടെ ഏജൻസി ബൈ എസ്റ്റോപ്പൽ. നെക്സ്റ്റ് വൺ ഇസ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. This is a branch of agency by estoppel. Sometimes prior positive or affirmative act on the part of the principal may lead the other person to believe that there is an agent-principal relationship. So, agency by holding out is a branch of agency by estoppel. പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നുള്ള ചില പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സമ്മതം നൽകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി കൊണ്ട് തേർഡ് പേഴ്സണ് ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയാണ്, ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഏജൻ്റ് ആണെന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പളുടെ എന്തെങ്കിലും ഒരു കണ്ടക്റ്റ് കൊണ്ട് തേർഡ് പാർട്ടീസിന് ഇതൊരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് എന്ന് തോന്നുന്നു. അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ 3 വ്യക്തികളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, മിസ്റ്റർ രാജേഷ്, മിസ്റ്റർ രാകേഷ് ആൻഡ് മിസ്റ്റർ റോഷൻ. മിസ്റ്റർ രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സെർവൻ്റാണ് മിസ്റ്റർ രാകേഷ്. അപ്പോൾ മിസ്റ്റർ റോഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതായത് മിസ്റ്റർ റോഷൻ പെർസ്യൂം ചെയ്യുകയാണ് രാജേഷിൻ്റെ ഏജൻ്റാണ് രാകേഷ് എന്ന്. രാകേഷ് അത് ഡിനൈ ചെയ്യുന്നുമില്ല. അതായത് അദ്ദേഹം അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് റോഷൻ്റെ അടുത്തുനിന്ന് എന്തോ ഫേവർ എടുക്കുന്നു, അതാണ്. അപ്പോൾ വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. മിസ്റ്റർ പി റെഗുലർലി പർച്ചേസസ് ഗുഡ്സ് for him through his servant on credit from T. In such situation, T is entitled to believe that P's servant is the agent of P. So P എന്ന് പറയുന്ന വ്യക്തിയാണ് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് ടിയുടെ കയ്യിൽ നിന്നാണ് ക്രെഡിറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ വാങ്ങിപ്പിക്കുന്നത് ഒരു സെർവൻ്റ് മുഖാന്തരമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ സെർവൻ്റ് എന്ന് പറയുന്ന ആൾ ഒരു എസ് ആണെന്ന് വിചാരിക്കുക. പി എന്ന് പറയുന്ന വ്യക്തിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ആരുടെ കടയിൽ നിന്നാണ്? ടിയുടെ കടയിൽ നിന്നാണ്. പക്ഷേ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും സെർവൻറ്റിനെ കൊണ്ടാണ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്, എസ് എന്ന് പറയുന്ന സെർവൻറ്റിനെ കൊണ്ട്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സെർവൻറ്റ് എന്ത് സാധനങ്ങളും അവിടെ വാങ്ങുകയാണെങ്കിൽ ടി അസ്യൂം ചെയ്യുന്നത് പിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ചെയ്യുന്ന ഈ സിറ്റുവേഷനിൽ ടി അവിടെ ബിലീവ് ചെയ്യുകയാണ് പിയുടെ സെർവൻ്റ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് പിയുടെ ഏജൻറ്റും ആണെന്ന് അങ്ങനെ അസ്യൂം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. കാരണം മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇംപ്രഷൻ വരുന്നത്. അതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. And the third one is agency by necessity. In certain circumstances, forces a person to act as an agent for another without his express authority. സോ ഇവിടെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു വ്യക്തിക്ക് ഏജൻറ്റിനെ പോലെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെ എക്സ്പ്രസ്ഡ് അതോറിറ്റി ഒന്നും തന്നെ ഇല്ല, പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഒരു ഏജൻ്റായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. Which means sometimes an extraordinary circumstances require that the person who is not really an agent would act as an agent for another. In such case, though there may not have been expressed or implied authority to do an act, the law implies such authority in favor of that person. This is called agency by necessity. നെസസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തോ ആവശ്യം, എക്സ്ട്രാordinary ആയിട്ടുള്ള എന്തോ സർക്കംസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് ആ വ്യക്തിക്ക് അവിടെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്രസ്ഡോ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള അതോറിറ്റിയും ഉണ്ടാവണം എന്നില്ല. പക്ഷേ ലോ അവിടെ അല്ലെങ്കിൽ നിയമം അവിടെ അദ്ദേഹത്തിന് ആ ഒരു അതോറിറ്റി കൊടുക്കുകയാണ്. അതിനെയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ
ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, മിസ്റ്റർ നാരായണൻ ആൻഡ് മിസ്റ്റർ മൂർത്തി ആൻഡ് എ ഹോഴ്സ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ നാരായണൻ ഒരു മൂർത്തി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റാഫിന് അവിടെ ഹോഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഹിയർ മൂർത്തി ഫീഡ്സ് ദ ഹോഴ്സ് വെൻ നോ വൺ കെയിം ടു പിക്ക് ഹിം ഫ്രം റെയിൽവേസ്, സോ മൂർത്തി ക്യാൻ ക്ലെയിം ദ എക്സ്പെൻസസ് ഫ്രം നാരായണൻ. അപ്പോൾ ഈ ഹോഴ്സിന് ഫീഡ് ചെയ്യാൻ വേണ്ടി നാരായണൻ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസം ഡിലേ വന്നു. അതിൻ്റെ പേരിൽ ഹോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അവിടെ ഫീഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം മൂർത്തി എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഹോഴ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ആര് കൊടുക്കണം, മിസ്റ്റർ നാരായണൻ കൊടുക്കണം. ഇവിടെ നാരായണൻ്റെ ഏജൻ്റായിട്ട് മിസ്റ്റർ മൂർത്തി അവിടെ ആക്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഫേമസ് കേസാണ് ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ വേഴ്സസ് സാൽഫീൽഡ്. ഇൻ 1874, a sends a horse with railways. At the destination, nobody took delivery of the horse. The railway company therefore had to feed the horse. The court let that railway company could recover the end spent for the feeding the horse because the company gets authority to bind the owner because of the emergency situation. സോ ഇവിടെ സെയിം കേസ് തന്നെയാണ്, കേസ് ലോ ആണ്. അത് 1874 നടന്ന ഒരു കേസാണ്. എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹോഴ്സിനെ റെയിൽവേസ് മുഖേന അയക്കുകയാണ്. പക്ഷേ ഹോഴ്സിനെ ഏറ്റുവാങ്ങാനായിട്ട് ഡെസ്റ്റിനേഷനിൽ ആരും തന്നെ എത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ കമ്പനിക്ക് ഈ ഹോഴ്സിനെ കുറേ ദിവസത്തേക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഫീഡ് ചെയ്ത് ആ എമൗണ്ട് റിയൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള അവകാശം അവിടെ റെയിൽവേ കമ്പനിക്ക് കിട്ടുകയാണ്. അപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ ഒരു ഏജൻ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് കോടതി എന്ത് ചെയ്യുന്നത്, ആ ഫീഡിങ്ങിനുള്ള എമൗണ്ട് ഓണർക്ക് കൊടുക്കണമെന്നുള്ള വിധി വന്നത്. അതാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് agency is agency by ratification. Sometimes an agreement may be entered into on behalf of another person without his consent. സോ ചില സമയത്ത് നമ്മളൊരു എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അറിവില്ലാതെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ ആയിരിക്കില്ല. അതൊരു അൺഓതറൈസ്ഡ് ആക്ട് ആയിട്ട് കണക്കാക്കാം. സോ ഓൺ റാക്ടിഫിക്കേഷൻ അൺഓതറൈസ്ഡ് ആക്ട് ബിക്കംസ് അഥറൈസ്ഡ് ആൻഡ് the person ratifying the act becomes principal and liable to the third party. സോ ഈ ഒരു സെൻറ്റൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, എ എൻറ്റേഴ്സ് ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ടി സോ ആസ് ടു ബൈൻഡ് പി. P is unaware of the agreement and has not given the consent. When P comes to know about this contract, either he may accept or reject. This means he has got the choice. When he chooses to bound by the contract, it is termed as ratification. Thus, ratification means giving approval to an act done without authority. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, എ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ടി ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുകയാണ്. ടി എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത് ബിയും കൂടി ബൈൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബിയും കൂടി ബാധ്യസ്ഥനാണ് ആ ഒരു കോൺട്രാക്റ്റിൽ, വിച്ച് മീൻസ് ടി ഈസ് ദി ഏജൻറ്റ് ഓഫ് പി. സോ അവിടെ പിക്ക് വേണ്ടിയിട്ടാണ് എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ പി ഈ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ സമ്മതമില്ലാതെയാണ് ടി അവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പി ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് അയാൾക്ക് രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ പിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ക് അത് റിജക്റ്റ് ചെയ്യാം, വിച്ച് മീൻസ് ഹി ഹാസ് ദ ചോയ്സ്. അപ്പോൾ അയാൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്റ്റ് അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് റാക്ടിഫിക്കേഷൻ. അപ്പോൾ റാക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഇറ്റ് ഗിവ്സ് അപ്രൂവൽ ടു എൻ ആക്ട്. റാക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടിന് അപ്രൂവൽ കൊടുത്തു, അതോറിറ്റി ഇല്ലാതെ നടത്തിയ ഒരു ആക്ടിന് അപ്രൂവൽ കൊടുത്തു എന്നുള്ള അർത്ഥമാണ് ആ ഒരു റാക്ടിഫിക്കേഷൻ എന്ന വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റാക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്ട് അതെന്തായി മാറുന്നു, അതോറൈസ്ഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ആ പേഴ്സൺ എന്ന് പറയുന്ന റാക്ടിഫൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റാക്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പേഴ്സൺ പ്രിൻസിപ്പളും അതുപോലെ തന്നെ തേർഡ് പാർട്ടീസും രണ്ട് പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റഡ് ആവുന്നു. അതുപോലെ അവർ ലയബിളായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് പ്രിൻസിപ്പൾ ലയബിളായിട്ട് മാറുകയും ചെയ്യും. വേറൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന വ്യക്തി
എന്ന് പറയുന്ന വ്യക്തി അതോറൈസേഷൻ എ ബി ആൻഡ് സി 3 പേരും പാർട്ട്നേഴ്സാണ്. അതിൽ എ എന്ന് പറയുന്ന വ്യക്തിയാണ് പർച്ചേസിന് പോകുന്നത്. പർച്ചേസ് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി തീരുമാനമെടുത്തിരിക്കുന്നത് എത്രയാണ്, 50,000 റുപ്പീസിൻ്റെ പർച്ചേസ് നടത്താവുന്നതാണ്. പക്ഷേ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത് 80,000 റുപ്പീസിനാണ്. പിന്നീട് ഈ പറയുന്ന ബിയും സി എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സിനെ അഡീഷണൽ 30,000 ചെയ്യാൻ വേണ്ടി അഡീഷണൽ 30,000 അദ്ദേഹം നടത്തിയ പർച്ചേസിന് അവരെ കൺവിൻസ് ചെയ്യുകയാണ്. കുഴപ്പമില്ലാതെ അപ്രൂവൽ വാങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റാക്ടിഫിക്കേഷൻ അവരിൽ നിന്ന് വാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 3 പേരുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ എമൗണ്ടിനും 3 പേരും ലയബിളായിട്ട് മാറാണ് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എ നടത്തിയ പർച്ചേസിന് ഇവിടെ സിയും പിയും റാക്ടിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഒരു ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസ് പ്രിൻസിപ്പൾ റാക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഏജൻസി ബൈ റാക്ടിഫിക്കേഷൻ. So the next one is agency by operation of law. Sometimes agency may arise by operation of law. ലോ തന്നെ പെർസ്യൂം ചെയ്യും ഒരു വ്യക്തിയെ ഏജൻ്റായിട്ട്, മറ്റൊരു വ്യക്തിയുടെ ഏജൻ്റായിട്ട് ലോ തന്നെ, നിയമം തന്നെ അത് അസ്യൂം ചെയ്യുന്നു. അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ എ കമ്പനി ഈസ് ഫോംഡ്, ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ആർ ഇറ്റ്സ് ഏജൻറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊമോട്ടേഴ്സാണ് അതിൻ്റെ ഏജൻ്റായിട്ട് നിയമം പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ അനുസരിച്ച് പ്രൊമോട്ടേഴ്സാണ് കമ്പനിയുടെ ഏജൻ്റായിട്ട് മാറുന്നത്. Next is similarly between the partners, the partnership firm where agency is created by operation of law. പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സും അതിൻ്റെ ഫേമും തമ്മിലുള്ള ആ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും, ഫേം ചെയ്യുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ പാർട്ട്നേഴ്സാണ്. ആ രീതിയിലും അവിടെ ഓപ്പറേഷൻ ഓഫ് ലോ, അവിടെ നിയമം വഴി ഈ 2 കാര്യങ്ങളും അവിടെ നിയമം, അവിടെ ഏജൻസി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Let's move on to the next topic, that is essential of valid rectification. There are certain conditions that are to be fulfilled to make rectification valid. The following are the important rules regarding to the rectification. So already നമ്മൾ rectification എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി rectification valid ആവണമെങ്കിൽ എന്തൊക്കെ essential elements വേണമെന്ന് നോക്കാം. That is, first one is the principle must be in existence at the time of the contract is made. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആളുടെ എക്സിസ്റ്റൻസ് ഇമ്പോർട്ടൻസ് ആണ്, എക്സിസ്റ്റഡ് ആയിരിക്കണം. എ പ്രിൻസിപ്പൾ ഹു വാസ് നോട്ട് ഇൻ എക്സിസ്റ്റൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് കനോട്ട് ടു ബി ബൗണ്ട് ബൈ ദ പ്രോസസ് ഓഫ് റാക്ടിഫിക്കേഷൻ. കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തി ഇല്ല എങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് റാക്ടിഫിക്കേഷനിലൂടെ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. റാക്ടിഫിക്കേഷൻ അവിടെ ആ പ്രോസസ് ഓഫ് റാക്ടിഫിക്കേഷൻ അവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. വിച്ച് മീൻസ് പെർഫോമൻസിൻ്റെ സമയത്ത് എന്താ ഉണ്ടായിരിക്കണം, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പിൾ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, എ കമ്പനി കനോട്ട് റാക്ടിഫൈ ഓർ അഡാപ്റ്റ് എ കോൺട്രാക്ട് വിച്ച് വാസ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദി പ്രൊമോട്ടേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരിക്കലും ഇൻകോർപ്പറേഷന് മുമ്പ്, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമേ കമ്പനി നിലവിൽ വരുള്ളൂ, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. അതിന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റീസിനും കമ്പനിക്ക് റാക്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ ലയബിലിറ്റീസ് ഏറ്റെടുക്കാനോ സാധിക്കില്ല. വേറാസ് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. If a person acting as an agent of a company that was not legally established at the time, but after the company established legally, if the company rectify the works, then it is not valid. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏജൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി പല കോൺട്രാക്റ്റുകളിലും ഏർപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് കമ്പനി നിലവിൽ വന്നിട്ടില്ല, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. കമ്പനിയുടെ ഇൻകോർപ്പറേഷന് ശേഷം മാത്രമേ കമ്പനിയുടെ രീതിയിൽ ലീഗൽ ആക്ടിവിറ്റീസിലോ കോൺട്രാക്ട്സിലോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത അവസ്ഥയിൽ ആ ഏജൻറ്റ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അവിടെ റാക്ടിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല, ആ വർക്ക്സ് റാക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യില്ല. So the second one is the agent must have given the identification of principal to the third persons. If the rectification is made by the person other than the true principal, that can be valid rectification. Hence it is necessary that while dealing with the third person, the so-called agent must have given the full identification of the principal.
സോ ഇവിടെ ഏജൻറ്റ് പ്രിൻസിപ്പളിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വെച്ചുകൊണ്ട് വേണം കോൺട്രാക്റ്റിൽ തേർഡ് പാർട്ടീസിനോട് എൻ്റർ ചെയ്യാനായിട്ട്. അതായത് ഏത് പ്രിൻസിപ്പളാണ്, പ്രിൻസിപ്പളിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആരാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാവണം തേർഡ് പാർട്ടീസ് ഈ ഏജൻറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവുന്നത്, കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു ട്രൂ പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ മാത്രമേ വാലിഡ് റാക്ടിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തേർഡ് പേഴ്സൺ ആരാണ് എന്ന് വിചാരിച്ചാണ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിക്ക് മാത്രമേ റാക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫുൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ, ആരാണോ ഏജൻറ്റ് അയാൾ ഫുൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ നൽകിയിരിക്കണം. And the third one is principal must be competent and must not be disqualified in eyes of law. അപ്പോൾ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തി അയാൾ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള എല്ലാ കോമ്പിറ്റൻസിയും അയാൾക്കുണ്ടാവണം. അയാൾ ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഉണ്ടാവാൻ പാടില്ല. ലോയുടെ മുമ്പിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. വിച്ച് മീൻസ് മൈനറോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളോ ആയിരിക്കരുത് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അവിടെ മറ്റൊരു റാക്ടിഫിക്കേഷൻ വാലിഡ് ആവാനുള്ള അടുത്തൊരു പോയിൻ്റ് അതാണ്. And the next one is only lawful acts can be ratified and illegal acts are not ratified. സോ ലീഗലായിട്ടുള്ള ആക്ട്സ് മാത്രമേ റാക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലീഗലായിട്ടുള്ള ആക്ട്സ് ഒന്നും തന്നെ നമുക്ക് റാക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹു ആക്ട്സ് ഫോർ സ്മഗ്ലിംഗ് ബിസിനസ് ഇസ് നോട്ട് റാക്ടിഫൈഡ് ഈവൻ ദ പ്രിൻസിപ്പൽ അഗ്രീസ് ടു റാക്ടിഫൈ ഇറ്റ്സ്. അപ്പോൾ സ്മഗ്ലിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നത്, ആ ഏജൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ എൻ്റർ ചെയ്തത്. പ്രിൻസിപ്പൽ എഗ്രി ചെയ്യുകയാണ് എന്തിന്, ഈവൻ റാക്ടിഫൈ ചെയ്യാൻ എഗ്രി ചെയ്താൽ പോലും അവിടെ ആ ഒരു റാക്ടിഫിക്കേഷൻ നടക്കില്ല, കാരണം അത് ഒരു ഇല്ലീഗൽ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലൊരു ബിസിനസ്സിൽ റാക്ടിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ദ പ്രിൻസിപ്പൽ മസ്റ്റ് ഹാവ് ദ നോളജ് ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് അറ്റ് ദ acts done by the parties. If without getting knowledge of the material facts, the rectifies can be valid. സോ പ്രിൻസിപ്പിൾ ഈ പറയുന്ന ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ്, എന്ത് കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ എല്ലാ ഫാക്ട്സും അറിഞ്ഞിരിക്കണം. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് അറിഞ്ഞതിന് ശേഷം വേണം റാക്ടിഫിക്കേഷൻ നടത്താനായിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ നോളജ് ഇല്ലാതെയാണ് റാക്ടിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ അത് നമുക്കൊരു വാലിഡ് റാക്ടിഫിക്കേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. Next one is rectification must be made within a reasonable or fixed time if mentioned in the contract. കോൺട്രാക്റ്റിൽ ഒരു ഫിക്സഡ് ടൈമോ അല്ലെങ്കിൽ ഒരു ന്യായമായ സമയമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ റാക്ടിഫിക്കേഷൻ നടന്നിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ റാക്ടിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഒരു നിശ്ചിത സമയമുണ്ട്, അതിനുള്ളിൽ റാക്ടിഫിക്കേഷൻ നടന്നിരിക്കണം. നെക്സ്റ്റ് ഇസ് റാക്ടിഫിക്കേഷൻ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആൻഡ് ആക്സെപ്റ്റ് ദ വർക്ക്സ് വിത്തൗട്ട് എനി കണ്ടീഷൻ. സോ ഒരു റാക്ടിഫിക്കേഷൻ പ്രിൻസിപ്പിൾ നടത്തേണ്ടത് അല്ലെങ്കിൽ റാക്ടിഫൈ ചെയ്യേണ്ടത് യാതൊരുവിധ ടേംസോ കണ്ടീഷൻസോ ഒന്നും തന്നെ എടുക്കാതെ വേണം ആ ഏജൻറ്റ് നടത്തിയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിന് റാക്ടിഫൈ ചെയ്യാനായിട്ട്. റാക്ടിഫിക്കേഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ മസ്റ്റ് കൺവേ ടു ദ റാക്ടിഫയർ, അതർവൈസ് ഇറ്റ് ക്യാൻ ബി വാലിഡ്. അപ്പോൾ ഇവിടെ റാക്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. എന്തൊക്കെ ഇൻഫോർമേഷനാണോ വേണ്ടത് ആ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ആ എല്ലാ ഇൻഫോർമേഷനും ആരാണോ റാക്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയെ അറിയിച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ റാക്ടിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് വാലിഡ് റാക്ടിഫിക്കേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് റാക്ടിഫിക്കേഷൻ മസ്റ്റ് നോട്ട് ബി ഇൻഷുർഡ് ടു തേർഡ് പേഴ്സൺ. റാക്ടിഫിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ റാക്ടിഫിക്കേഷൻ കാരണം ഒരു തേർഡ് പേഴ്സണ് ഡാമേജസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും റൈറ്റോ ഇൻട്രസ്റ്റോ ഒക്കെ നശിക്കുന്ന രീതിയിലായിരിക്കരുത് റാക്ടിഫിക്കേഷൻ നടത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ജോൺ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രോപ്പർട്ടി ലീസ് ബേസിസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ 3 months നോട്ടീസ് ക്രയോൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് പേഴ്സൺ ആണ്. ആ വ്യക്തിയാണ് ജോണിന് ടെർമിനേഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നത് ആ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെർമിനേഷൻ വേറൊരു വ്യക്തി കൊടുക്കുമ്പോൾ ആ ഒരു അൺഓതറൈസ്ഡ് പേഴ്സണായ മാക്സിൻ്റെ നോട്ടീസ് കൊടുത്തതിനെ റാക്ടിഫൈ ചെയ്യാനായിട്ട് ഹരിക്ക് ഒരിക്കലും സാധിക്കില്ല. അതാണ് ഈ ഒരു റാക്ടിഫിക്കേഷൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, വേറൊരു വ്യക്തി ചെയ്യുന്ന ഒരു അന്യായമായ പ്രവൃത്തി അത് റാക്ടിഫൈ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. And the next one is rectification must be of whole contract. Once a part is accepted, it implies acceptance of the whole. It can be partial rejection or partial rectification ആവാനായിട്ട് പാടില്ല. അതായത് ഒരു പാർട്ട് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, മറ്റൊരു പാർട്ട് ഒഴിവാക്കുക, ആ രീതിയിൽ പറ്റില്ല.
നമുക്ക് പാർഷ്യലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ ഇംപ്ലൈഡ് ആയിട്ട് കരുതുന്നത്. പാർഷ്യൽ റിജക്ഷൻ എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു റിജക്ഷനോ ആക്സെപ്റ്റൻസോ ഇല്ല. അവിടെ മുഴുവനായിട്ടൊരു ഹോൾ കോൺട്രാക്റ്റ് ആണ് റാക്ടിഫൈ ചെയ്യുന്നത്. Let's move on to the next topic, that is classification of agents. Agents are classified on the basis of extent of their authority into three as special agent, general agent and universal agent. So the first category is special agent. Special agent is agent one who is appointed to perform a particular act or to represent his principal in some particular transaction. ഒരു പ്രത്യേക ട്രാൻസാക്ഷന് വേണ്ടി മാത്രം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഏജൻറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ആക്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്രിൻസിപ്പൾ അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ ഏജൻറ്റ് അപ്പോയിൻറ്റ്സ് ടു സെൽ എ പ്രോപ്പർട്ടി ഇൻ എ സ്പെഷ്യൽ ഏജൻറ്റ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹൗസ് സെല് ചെയ്യാനോ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് നമ്മൾ സ്പെഷ്യൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി കഴിയുമ്പോൾ അവിടെ അവസാനിച്ചു. പിന്നെ യാതൊരുവിധ ബാധ്യതകളോ അല്ലെങ്കിൽ ലയബിലിറ്റിയോ രണ്ടുപേരും തമ്മിലില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ആ ഏജൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പളിൻ്റെ ആ ഒരു ആക്ട്, ആ പർട്ടിക്കുലർ ആക്ട് അവസാനിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവിടെ അവസാനിക്കുകയാണ്. Second one is general agent. A general agent is one who has authority to do all acts connected with a particular trade, business or employment. സോ ഒരു പെർട്ടിക്കുലർ ട്രേഡോ ബിസിനസ്സോ എംപ്ലോയ്മെൻറ്റോട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ആക്ട്സും ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ പ്രിൻസിപ്പൽ അതോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ ജനറൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമിലെ മാനേജർ ഒരു എക്സാമ്പിളാണ്. ആ മാനേജർ ആ ഒരു ബിസിനസ് ഫേമിനോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ബൈൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, ആ ഒരു ബിസിനസ്സിൻ്റെ നെസസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ത്രൂ ഔട്ട് ആ ഒരു ബിസിനസ് ഫേമിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ജനറൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. So the next one is universal agent. Universal agent is one whose authority is bound to his principal is almost unlimited. Universal agent എന്ന് പറയുന്നത് അവരുടെ അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പളായിട്ടുള്ളത് ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ആണ്. അവർ ചെയ്യുന്ന ആ ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ തരം പ്രവൃത്തികൾക്കും ഈ പ്രിൻസിപ്പൾ ലയബിളാണ്. അപ്പോൾ അവിടെ ഒരു ലിമിറ്റ് ഇല്ല. അവിടെ ഒരു അതോറിറ്റി കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റ് അവിടെ വെച്ചിട്ടില്ല. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. Next classification of agent is based on the nature of work performed by them. The following are the types of agents. The first type is commercial or mercantile agents. The term mercantile agent is defined in section 2 subsection 9 of the Sale of Goods Act 1930. A mercantile agent is one having the customary course of business as agent, authority either to sell goods or to consign goods for the purpose of sale, or to buy goods or to raise money on the security of goods. Mercantile agents are of definition such as to engage variety of activities. സോ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അനുസരിച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 അനുസരിച്ച് അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് മീൻസ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻ്റാണ്. അവരുടെ അതോറിറ്റി എന്ന് പറയുന്നത് ടു സെൽ ഗുഡ്സ്, ടു കൺസൈൻ ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, അല്ലെങ്കിൽ ടു ബൈ ദ ഗുഡ്സ് ഓർ ടു റേസ് മണി ഫോർ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഏജൻറ്റിനെ പ്രിൻസിപ്പൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മെർക്കൻറ്റൈൽ ആക്ടിവിറ്റീസ് ആണ്, സച്ച് ആസ് നേരത്തെ പറഞ്ഞതുപോലെ സെല്ലിങ്ങും അതുപോലെ തന്നെ ബൈയിങ് ഓഫ് ഗുഡ്സ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ മെർക്കൻറ്റൈൽ ഏജൻറ്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മേജർ കാറ്റഗറീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഫാക്ടർ. A factor is a mercantile agent entrusted with the possession of goods for the purpose of selling them. He may sell the goods in its own name, and the factor has a general lien on the goods on his principal for the general balance of account between him and the principal. ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മെർക്കൻറ്റൈൽ ഏജൻ്റ് ആണ്. ഏജൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിൻസിപ്പളിൻ്റെ ഗുഡ്സ് പൊസഷനിൽ വെക്കുന്നു, കൈവശം വെക്കുന്നു, എന്നിട്ട് അത് സെല്ല് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സെല്ല് ചെയ്യുമ്പോൾ സ്വന്തം ഏജൻറ്റിൻ്റെ പേരിൽ തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിന് ഒരു ജനറൽ ലീൻ ഗുഡ്സിൻ്റെ പുറത്തുണ്ടാവുന്നതുണ്ട്. അതായത് പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഏജൻറ്റും തമ്മിലുള്ള ജനറൽ ബാലൻസ് അക്കൗണ്ടിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ജനറൽ ലീൻ അവർക്ക് ഫാക്ടർക്ക് ലഭിക്കുന്നത്. Next one is auctioneer.
An auctioneer is an agent who is appointed to sell goods at public auction for reward, generally in form of commission. സോ ഓപ്ഷണർ എന്ന് പറയുന്നത് ഒരു ഏജൻ്റ് ആണ്. അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സെല് ചെയ്യുന്നതെന്ന് പറയുന്നത് പബ്ലിക് ഓപ്ഷൻ വഴിയാണ്. ദാറ്റ് മീൻസ് ലേലത്തിലൂടെയാണ് ഗുഡ്സ് സെല് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഗുഡ്സ് സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ ഹാപ്പൻ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ആ ഒരു സെല്ലറിൻ്റെ ഏജൻ്റ് എന്നുള്ളത് പിന്നീട് അത് ബയ്യറിൻ്റെ ഏജൻ്റായിട്ട് മാറാനായിട്ട് സാധിക്കുന്നു. അതായത് ഗുഡ്സിൻ്റെ സെയിൽ കഴിയുന്നത് വരെ സെല്ലറിൻ്റെ ഏജൻറ്റും സെല്ലിംഗ് നടന്നതിന് ശേഷം അവിടെ പർച്ചേസറിൻ്റെ ഏജൻറ്റുമായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏജൻറ്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷണർക്ക് ഒരു നിശ്ചിത പ്രൈസ് ഗുഡ്സ് വിൽക്കുമ്പോൾ കിട്ടേണ്ടതാണ്. ആ കമ്മീഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാവുന്നതാണ്. ഇനി പെർട്ടിക്കുലർ ലീൻ മാത്രമായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ജനറൽ ലീൻ ഉണ്ടാവില്ല. പെർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനാണോ ഓപ്ഷൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു വസ്തുവിൽ മാത്രമേ അദ്ദേഹത്തിന് കൈവശം വെക്കാനുള്ള അവകാശം കിട്ടുള്ളൂ. അതാണ് പെർട്ടിക്കുലർ ലീൻ. ആ പെർട്ടിക്കുലർ ലീൻ മാത്രമേ ഓപ്ഷണർക്ക് ഉണ്ടാവുള്ളൂ. ജനറൽ ലീൻ ഉണ്ടാവില്ല. So next category is broker. A broker is a mercantile agent who is employed to buy or sell goods on behalf of another person for a remuneration called brokerage. സോ ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു മെർക്കൻറ്റൈൽ ഏജൻ്റ് ആണ്. അയാൾ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ഗുഡ്സ് വിൽക്കാനും അതുപോലെ വാങ്ങാനും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്, ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബയ്യറിനെ കണ്ടെത്തുക, അതുപോലെ സെല്ലറിനെ കണ്ടെത്തുക, അവരെ ഒരുമിച്ച് അവരെ സെല്ലിങ് ഹാപ്പൻ ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് നടത്തുക, വിൽപ്പനയ്ക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലറിനെ കണ്ടെത്തുക, അതുപോലെ ബയ്യറിനെ കണ്ടെത്തുക, അതിനുശേഷം സെയിൽസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതാണ് അതിനുള്ള പ്രതിഫലമാണ് ബ്രോക്കറേജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഗുഡ്സ് ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടുന്നില്ല. നമുക്കറിയാം, ബ്രോക്കേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, അവരൊരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രം. നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ഒന്നും തന്നെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പൊസഷൻ ഇല്ല, കൈവശം വെക്കാനുള്ള അവകാശം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റൈറ്റ് ഓഫ് ലീൻ ഈ ഒരു ബ്രോക്കേഴ്സിന് ഇല്ല. അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ അവർക്ക് കിട്ടുന്നില്ല. പകരം അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് ബ്രോക്കറേജ് മാത്രമാണ് കിട്ടുന്നത്. Next category is commission agent. A commission agent is a mercantile agent who is engaged to purchase or sell goods for his principal for the consideration in form of commission. His role is similar to that of the broker. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബ്രോക്കറിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഈ കമ്മീഷൻ ഏജൻറ്റും ചെയ്യുന്നത്. അദ്ദേഹവും ഒരു മെർക്കൻറ്റൈൽ ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ പർച്ചേസും സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ്. പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുകയും ഗുഡ്സ് സെല്ല് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കമ്മീഷൻ ഏജൻ്റ് ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്മീഷനാണ്. So the next one is Delcreader agent. Delcreader agent means he is one who is in consideration of an extra commission, guarantees his principal that the person with whom he enters into contract shall perform their obligation. സോ ഡെൽക്രീഡർ ഏജൻ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു എക്സ്ട്രാ കമ്മീഷൻ കൂടി ഒരു കൺസിഡറേഷനായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാരണ്ടിയും കൂടി കൊടുക്കുകയാണ് പ്രിൻസിപ്പളിന്. ആരുമായിട്ടാണോ കോൺട്രാക്റ്റ്, തേർഡ് പേഴ്സണുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രിൻസിപ്പളിന് ഗ്യാരണ്ടി കൊടുക്കുക കൂടി ഇയാൾ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ കമ്മീഷൻ വാങ്ങുന്നതിന് പകരമായിട്ട് ഇയാൾ ഏജൻ്റ് എന്നുള്ള റോള് മാത്രമല്ല, ഒരു ഗ്യാരണ്ടിയർ എന്നുള്ള റോള് കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാമ്യം നിൽക്കുകയും പ്ലസ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് പ്രവൃത്തികളാണ് ഈ ഡെൽക്രീഡർ ഏജൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുത്തുകൊണ്ട് പ്രിൻസിപ്പൾ വേറൊരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻസ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയും കൂടി ഇവിടെ ഡെൽക്രീഡർ ഏജൻറ്റ് കൊടുക്കുന്നു. So the next one is banker. The relationship between a banker and his customer is usually that of a debtor and creditor. So നമുക്കറിയാം, ഒരു ബാങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമറുമായിട്ട് ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. പക്ഷേ ബാങ്കർ ചില സമയത്ത് ഒരു ഏജൻറ്റിൻ്റെ റോൾ എടുക്കാറുണ്ട്. കാരണം അദ്ദേഹം
സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെക്കുകൾ കളക്ട് ചെയ്യുന്നു അയാൾക്ക് വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെക്ക് കളക്ട് ചെയ്യുന്നു. അതുപോലെ വേരിയസ് ചാർജസ്, ടെലഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബാങ്കർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഏജൻ്റ് എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് ബാങ്കർ ഒരു ഏജൻ്റായിട്ട് മാറുന്നത്. So next category is non-mercantile agents. Non-mercantile agents include attorneys, solicitors, insurance agents, clearing and forwarding agent, etc. So non-mercantile agent എന്ന് പറയുമ്പോൾ അവിടെ സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യുന്ന കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളെയാണ്, അവിടെ ഏജൻ്റായിട്ട് ഇരിക്കുന്നവരെയാണ്, അതായത് ബൈയിങ്ങും സെല്ലിങ്ങും അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് സച്ച് ആസ് അഡ്വക്കേറ്റ്സ്, ലീഗലായിട്ടുള്ള പ്രൊവിഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ്സിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അറ്റോർണീസ് എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് സോൾസിറ്റേറ്റേഴ്സും ഇതുപോലെ തന്നെ കോർട്ടിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഏജൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഫേമിന് ഇൻഷുറൻസ് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഏജൻസിനെ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് ഇൻഷുറൻസ് ഏജൻസ് എന്ന് പറയുന്നത്. ദെൻ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റം ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഏജൻറ്റ് തന്നെയാണ്, പക്ഷേ അത് നോൺ മെർക്കൻറ്റൈൽ ഏജൻസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് അതേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് സബ് ഏജൻറ്റ്. First one is sub-agent. An agent appointed by the original agent is called sub-agent. He is under the control of original agent to the business of an agency according to section 191. സോ സെക്ഷൻ 191 അനുസരിച്ച് ഒരു സബ് ഏജൻറ്റിനെ ഒറിജിനൽ ഏജൻറ്റ് ആരാണോ ഏജൻ്റായിട്ടിരിക്കുന്ന വ്യക്തി അയാൾക്ക് ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ് ഇയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോ ഏജൻറ്റ്. When two or more persons are appointed as agents by the principal to act as jointly or severally is called co-agents. Co-agents എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ തന്നെ ഒന്നിൽ കൂടുതൽ ഏജൻസിനെ ഒരുമിച്ച് അവരെ ഏജൻസി എന്നുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏജൻ്റായിട്ട് നിൽക്കാനായിട്ടും ആവശ്യപ്പെടാറുണ്ട്. അവരെയാണ് നമ്മൾ കോ ഏജൻസ് എന്ന് പറയുന്നത്. കോ ഏജൻസ് എന്ന് പറയുന്നത് അവിടെ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യണം. ഇല്ല എങ്കിൽ അവിടെ ഓർഡിനറി പേർഡുവൻസിൽ അവർ സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ പ്രിൻസിപ്പളിന് ഒന്നിലധികം കൂടുതൽ ഏജൻസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോ ഏജൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ 194 and 195, where an agent holding an express or implied authority to name other person to act for the principal in the business of agency has named another person accordingly. Such person is not a sub-agent but agent of principal for such a part of business of agency is entrusted to him. Such agent is called substitute agent. A substitute agent is an agent of principal and as much he is responsible to the principal. സോ ഏജൻസി കോൺട്രാക്റ്റിൽ ഒരു ഏജൻറ്റ് അദ്ദേഹം എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇനിമേൽ പ്രിൻസിപ്പളുടെ ഏജൻ്റായിട്ട് ഞാനല്ല വേറൊരു വ്യക്തിയാണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അത് സബ് ഏജൻ്റ് അല്ല, മറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻസ് ആണ്. അപ്പോൾ അവിടെ സബ് ഏജൻ്റായിട്ട് വരുന്നില്ല, പക്ഷേ ആ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടായിരുന്ന ഏജൻറ്റിൽ നിന്ന് ഇയാളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So the next topic is extent of agent's authority. അതോറിറ്റി ഓഫ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കപ്പാസിറ്റി ടു ബൈൻഡ് ദ പ്രിൻസിപ്പളിനെ ലയബൽ ആക്കാനുള്ള അല്ലെങ്കിൽ എത്രത്തോളം അതോറിറ്റിയാണ് പ്രിൻസിപ്പൾ ഏജൻറ്റിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അതോറിറ്റി ഓഫ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ അതോറിറ്റി ഓർ റിയൽ അതോറിറ്റി. ഈ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ കൊടുക്കുന്ന അതോറിറ്റിയാണ്. അത് എക്സ്പ്രസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടോ അക്കോർഡിംഗ് ടു സെക്ഷൻ 186
ഇവിടെ എക്സ്പ്രസ്ഡ് ആയിട്ട് വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഈ പറയുന്ന പ്രിൻസിപ്പിൾ അതിൻ്റെ ഏജൻറ്റിന് കൊടുക്കുന്നു. ഇംപ്ലൈഡ് ആയിട്ടാണെങ്കിൽ അവിടെ സർക്കംസ്റ്റൻസസ് ഉണ്ടാവും. ആ സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഓർഡിനറി കോഴ്സ് ഓഫ് ഡീലിങ്ങിൽ നമുക്ക് അത് ഇംപ്ലൈഡ് ആയിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും. അതൊരു ഇംപ്ലൈഡ് ഏജൻ്റ് ആണെന്നുള്ളത് അക്കോർഡിംഗ് ടു സെക്ഷൻ 187. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന വ്യക്തി ഒരു ഷോപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൂ ഈസ് ലിവിങ് ഇൻ കൽക്കട്ട ആൻഡ് വിസിറ്റിംഗ് ഷോപ്പ് ഒക്കേഷണലി. വല്ലപ്പോഴുമാണ് അദ്ദേഹം ഈ ഷോപ്പ് അദ്ദേഹം വൊക്കേഷണലായിട്ടാണ് ഈ ഷോപ്പിലേക്ക് ഇടയ്ക്ക് പോകാറുള്ളൂ. പക്ഷേ അവിടെ ഇദ്ദേഹം ഷോപ്പ് മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ബീനെയാണ്. ബി എന്ന് പറയുന്നത് ഒരു സി എന്ന് പറയുന്ന വ്യക്തിയുടെ ഷോപ്പിൽ നിന്ന് ഈ ഷോപ്പിലേക്ക് വേണ്ടുന്ന എയുടെ ഷോപ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ബി സിയുടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ സിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് സി മനസ്സിലാക്കിയിരിക്കുന്നത് എയുടെ ഏജൻ്റാണ് ബി പർച്ചേസ് ചെയ്യുന്നതെല്ലാം തന്നെ എയുടെ ഷോപ്പിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എയുടെ ഫണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ എയുടെ നോളജോടെയാണ് ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി എ കൊടുക്കുകയാണ് ബിക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷോപ്പിലേക്ക് വേണ്ടുന്ന ഗുഡ്സ് സി എന്ന് പറയുന്ന വ്യക്തിയുടെ കടയിൽ നിന്ന് വാങ്ങാനുള്ള ആ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതോറിറ്റി ഈസ് ostentable or apparent authority. So it is an authority of an agent which appears to others. When a person is appointed as an agent for a particular business, the person dealing with him can presume that he has the authority to do all such acts as necessary or incidental for such business. ഒരു ഏജൻറ്റിനെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് അധികാരമുണ്ട് എന്നുള്ളത് തേർഡ് പേഴ്സണ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ബിസിനസ്സിനോട് ചേർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ ആ ഒരു ഏജൻറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു പവറിനേക്കാളും അല്ലെങ്കിൽ ആക്ച്വൽ അതോറിറ്റിനേക്കാളും കുറച്ചുകൂടി മുകളിലാണ് ostentable or apparent authority എന്ന് പറയുന്നത്. കാരണം ആ ഒരു ആക്ച്വൽ അതോറിറ്റിനേക്കാളും കുറച്ചൊരു എക്സസ് ഉണ്ട് ഇവിടെ. കാരണം ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ ആ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അതോറിറ്റീസും അവിടെ എടുക്കാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഓർഡിനറിലി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ അത്തരത്തിലൊരു അതോറിറ്റി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വൽ അതോറിറ്റി അല്ലെങ്കിൽ റിയൽ അതോറിറ്റിനേക്കാൾ കുറച്ചുകൂടി എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ostentable or apparent authority എന്ന് പറയുന്നത്. Next is authority in emergency. Anything in emergency to save the principal. Section 189 provides that an agent has authority in an emergency to do all such acts for the purpose of protecting his principal from loss as would be done by the person of ordinary prudence in his own case under similar circumstances. സോ ഇവിടെ ഏജൻറ്റ്സ് അതോറിറ്റി ഇൻ എമർജൻസി, ഒരു എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ ഏജൻറ്റിന് തൻ്റെ പ്രിൻസിപ്പളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് അതോറിറ്റി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സച്ച് ആക്ട്സ് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അതിന് വേണ്ടിയിട്ട് ആ അതോറിറ്റി എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ്. അതാണ് ലാസ്റ്റ് വൺ, അതോറിറ്റി ഇൻ എമർജൻസി. So that's all for today. Thank you for listening me. Have a nice day, students.